നമസ്കാരം. കുറച്ച് കാലമായി നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു വാട്ടർ കളർ സെഷനാണ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളുടെ ചാനലിൽ ഓയിൽ പെയിൻറ്റിങ് സെഷൻസ് ഇട്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ പെൻസിൽ ഷെയ്ഡിങ് ഇട്ടിട്ടുണ്ട്, ആക്രിലിക് ഇട്ടിട്ടുണ്ട്, പക്ഷേ വാട്ടർ കളറിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്നു വാട്ടർ കളർ സെഷൻ കൂടെ ഒന്ന് പോസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പം നമ്മൾ ഇന്നൊരു വാട്ടർ കളർ സെഷനാണ്. വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് ഒരു പാരറ്റിനെ എങ്ങനെ കളർ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ ക്യാമലിൻ്റെ വാട്ടർ കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 2 ബ്രഷും യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ സെഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഓരോ കളേഴ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാനൊരു പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മളിപ്പം കാണിക്കുന്നത്. അത് ആ പെയിൻറ്റിങ് ഫുള്ളായിട്ട് വാട്ടർ കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് ഫുൾ വീഡിയോ പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് പാരറ്റ് വരുന്നുണ്ട്. അതിനെ മാത്രമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വാട്ടർ കളറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ അടുത്തറിയാം. വാട്ടർ കളർ എന്ന് പറയുന്നത് നമുക്കറിയാം വാട്ടർ ബേസ്ഡ് പെയിൻ്റാണ്. ഇൻ ദ സെൻസ് നമ്മളത് ഡൈല്യൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് ബ്രഷ് വാഷ് ചെയ്യാനും എല്ലാം വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനെ തിന്നാക്കാനും പെയിൻറ്റിനെ തിന്നാക്കാനും എല്ലാം വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. സോ അതേപോലെ അതിൻ്റെ വേറൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അത് ട്രാൻസ്പെറൻ്റ് ആണ്. ട്രാൻസ്പെറൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കളർ കൊടുത്ത് അതിന് മേലെ വേറൊരു കളർ കൊടുത്തതിന് രണ്ടും കൂടെ മിക്സ് ആയിട്ടായിരിക്കും നമുക്ക് ഒരു ഫീല് ക്രിയേറ്റഡ് ആവുന്നത്. സോ അതിന് പോസിറ്റീവ്നെസ്സും ഉണ്ട്, നെഗറ്റീവ്നെസ്സും ഉണ്ട്. നമുക്കത് ചില ഭാഗത്ത് അതിനെ യൂട്ടിലൈസ് ചെയ്യാം, ചില ഭാഗത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അതേപോലെ ഇതിപ്പം നമ്മൾ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പേപ്പർ എന്ന് പറഞ്ഞാൽ കാൻസൺ ഷീറ്റ്സ് ആണ്. കാൻസൻ്റെ വാട്ടർ കളർ പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആർട്ട് മെറ്റീരിയൽസ് യൂസ് ചെയ്തതെല്ലാം. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യുക, ശ്രമിച്ചു നോക്കുക. വളരെ ഈസി ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട് നമ്മളിതിൽ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ലീവ് ചെയ്യാം, ഞാനതിന് റിപ്ലൈ അയക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. യൂസ് ചെയ്ത ആർട്ട് മെറ്റീരിയൽസ് ക്യാമലിൻ്റെ ആർട്ടിസ്റ്റ് വാട്ടർ കളേഴ്സും അതേപോലെ ബ്രഷിൻ്റെ സൈസ് 4ഉം 0ഉമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന കളർ ഗാംബോജ് ഹ്യൂ ആണ്. ഇറ്റ്സ് നത്തിങ് ബട്ട് യെല്ലോ കളർ തന്നെയാണ്. അപ്പം നമുക്ക് ഗാംബോജ് ഹ്യൂ എന്നുള്ള കളർ ഇല്ലെങ്കിൽ ഇപ്പം ഡിഫറെൻറ്റ് ബ്രാൻഡ്സിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പം കാഡ്മിയം യെല്ലോ ഉണ്ടാവും, അല്ലെങ്കിൽ ക്രോം യെല്ലോ എന്നുള്ള കളർ ഉണ്ടാവും. നമുക്കതും യൂസ് ചെയ്യാം. അപ്പോൾ വാട്ടർ കളറിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം ലൈറ്റ് കളേഴ്സ് കൊടുത്ത് അതിന് മേലെ ആയിരിക്കും ഡാർക്ക് കളേഴ്സ് ആഡ് ചെയ്ത് വരിക. എപ്പോഴും നമ്മൾ ലൈറ്റ് കളേഴ്സ് കൊടുത്ത് അതിന് മേലെ ഡാർക്ക് വാല്യൂസ് ആഡ് ചെയ്ത് അതിനെ ബ്ലെൻഡ് ചെയ്ത് വരികയാണ് വാട്ടർ കളറിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്.
ഇപ്പം നമ്മൾ ഷാഡോ റീജിയൻസ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ചിറകിൻ്റെ അടിയിലുള്ള ഷാഡോ റീജിയൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഗ്രീനിൻ്റെ കൂടെ, സാപ്പ് ഗ്രീനിൻ്റെ കൂടെ ബ്ലൂ കൂടെ ആഡ് ചെയ്യണം. ഫ്രഞ്ച് അൾട്രാമറൈനാണ് ഞാൻ യൂസ് ചെയ്തത്. അതില്ലെങ്കിൽ റഷ്യൻ ബ്ലൂ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം, കൊബാൾ ബ്ലൂ വേണമെങ്കിലും അതും യൂസ് ചെയ്യാം. സോ നമുക്ക് ഒരു ഷാഡോ റീജിയൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എക്സിസ്റ്റിംഗ് കളറിൽ ബ്ലൂ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഡെപ്ത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്.
വാട്ടർ കളറിൻ്റെ വേറൊരു പ്രത്യേകത, നമ്മൾ കൊടുത്ത് അത് വെറ്റായിരിക്കുന്ന സമയത്ത് വി വിൽ ഫീൽ ലൈക്ക് ഇറ്റ്സ് സോ ഡാർക്ക്. പക്ഷേ അത് ഡ്രൈ ആവുന്നതിനോടൊപ്പം അത് കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് അതിൻ്റെ ആക്ച്വൽ കളറിലേക്ക് വരുന്നതായിരിക്കും.